ഞാൻ ഇന്ന് വീണ്ടും ഈ സാബു ചേട്ടൻ്റെ ഞങ്ങളുടെ കാക്കനാടുകാരുടെ സ്വന്തം മുത്ത് സാബു ഫ്രാൻസിസ് ചേട്ടൻ്റെ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടല്ലോ ലഡു അഡ്വാൻസ് ഉണ്ടാക്കി വെക്കണ ഒരു ജനനായകൻ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ പലരോടും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും കമൻറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ. പുള്ളി ഇത് ഫസ്റ്റ് ടൈമല്ല, തേർഡ് ടൈമാണ്. അത് ഒരിക്കൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആണെങ്കിലാന്ന് ഓർത്തിട്ട് ഒരിക്കൽ കൂടി പറയുന്നതാണ്. ആദ്യം 2 പ്രാവശ്യം മുന്നേ ആദ്യം പുള്ളി സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ 5000 ലഡു ഉണ്ടാക്കി തലേദിവസം വെച്ച്. അതിനുശേഷം പുള്ളിക്കാരൻ്റെ വൈഫ് ഓമന സാബു നിന്നപ്പോൾ 10000 ലഡു ഉണ്ടാക്കി വെച്ച് ലാസ്റ്റ് ടൈം. ഇത്തവണ 12500 ലഡുവാണ് ഉണ്ടാക്കി വെച്ചാണ്. ഇത് 3ാം തവണയാണ്, അതും എല്ലാ തവണയും സ്വതന്ത്രനായിട്ടാണ് ജയിച്ചേക്കണത്. ഇതൊക്കെയാണ് ഒരു ഹീറോയിസം എന്ന് പറയുന്നത്. ഓർക്കുമ്പോൾ തന്നെ പലപ്പോഴും എനിക്ക് രോമാഞ്ചം വരാറുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണത്. പിന്നെ ഇന്ന് എന്തോരം കോൾ അല്ലെങ്കിൽ ഇന്നലെ ഇന്നുമായിട്ട് എന്തോരം കോളും മെസ്സേജും എനിക്ക് വന്നെന്ന് എനിക്ക് തന്നെ കണക്കില്ല. ആ ലഡു ഉണ്ടാക്കിയ മച്ചാൻ എന്തി അല്ലെങ്കിൽ ആ ലഡു ഉണ്ടാക്കിയ സ്ഥാനാർത്ഥി ജയിച്ചാന്നും ചോദിച്ച് പലരും സന്തോഷത്തോടെ ഉണ്ടാ ചോദിക്കണം. അപ്പോൾ ഞാൻ പറയും ജയിച്ചു, അതിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായുള്ളൂ വീഡിയോ ഇടാൻ, പുള്ളിക്ക് ടെൻഷൻ ഉണ്ടായില്ല. ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ചോദിക്കണം, സബ്ജക്റ്റ് ഇട്ടോട്ടെ, നീ എടുത്ത് ഇട്ടത് ഇത് നമുക്കുള്ളതാണ്, നീ ധൈര്യമായിട്ട് ഇട്ടോ എന്നാണ് പുള്ളി പറയണം. എന്നിട്ട് എനിക്ക് ടെൻഷനായിരുന്നു കേട്ടാ. എന്തായാലും വിജയം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയായിരുന്നു. 3ാം തവണയും ഹാട്രിക് അടിച്ചു. പിന്നെ ഈ വിളിച്ച് എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ലഡുനായകൻ എന്ത് അല്ലേ, ലഡുനായകനിവിടെ പാറിപ്പറന്ന് ആഹ്ലാദിച്ച് ആർമാദിച്ച് നടക്കുകയാണ്. ഇന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയില്ല. അവിടുത്തെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവളുടെ മോളെ കൊണ്ടൊക്കെ എടുപ്പിച്ച കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഇടുന്നത്. കുറച്ച് തിരക്കായി പോയി കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും വിളിച്ചന്വേഷിച്ച എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റെ പേരിലും നമ്മുടെ കാണികളുടെ പേരിലും നന്ദി അറിയിക്കുന്നത്. കാരണം അത് അവർക്കത് കണ്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ആളെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മോട് ചോദിക്കണം എന്തായെന്ന് എത്ര പേരും മെസ്സേജും അല്ലെങ്കിൽ കോളും ചെയ്തതെന്ന് അറിയാമോ. പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്ക്. ഇതേപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ ചാനലിൽ പിന്നെ കൊണ്ടുവന്നതിനെ പിന്നെ എന്തിനാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലായിട്ട് നടക്കണം അല്ലേ. ഇവരൊക്കെയാണ് ജനങ്ങൾ അറിയേണ്ടത്, ഇവരൊക്കെയാണ് യഥാർത്ഥ ഹീറോസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.